ഗുഡ് മോർണിംഗ്. രജിത ബാലുവാണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഒരു ഗാർഡനിങ് ടിപ്പാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ അടുക്കളയിൽ നിന്നുകൊണ്ടുള്ള ഒരു വസ്തു സെയിം ടൈം ഫെർട്ടിലൈസറായിട്ടും അതുപോലെ തന്നെ പെസ്റ്റിസൈഡായിട്ടും എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറും അതുപോലെ തന്നെ പെസ്റ്റിസൈഡും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചെടികളുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്തിന് NPK വളം തന്നെയാണല്ലേ അടിസ്ഥാനം. അതിന് പുറമെ ചില സമയത്ത് അവരുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ അവർക്ക് മറ്റുള്ളതും കൂടെ അയേണും മാഗ്നീഷ്യം കാൽഷ്യം അതുപോലെയുള്ള മറ്റ് ധാതു ലവണങ്ങളും കൂടെ അവർക്ക് നമ്മൾ സപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കേണ്ടി വരും. നമ്മളെങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ അവർക്കും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പല പല വളങ്ങൾ നമ്മൾ മാറ്റി മാറ്റി ഉപയോഗിക്കാറുണ്ട് അല്ലേ. മാക്സിമം ജൈവ വളങ്ങളായി തന്നെ കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. എൻ്റെ വളങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ചെടികൾക്ക് വളരെ ഇഷ്ടമുള്ള നമ്മുടെ അടുക്കളയിലുള്ള ഒരു വസ്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് വേറെ ഒന്നുമില്ല കേട്ടോ, നമ്മുടെ പ്രിയ താരം കാപ്പിപ്പൊടി തന്നെയാണ്, കോഫി പൗഡറാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കോഫി പൗഡർ വെച്ചുകൊണ്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡും അതുപോലെ തന്നെ ഫെർട്ടിലൈസറും ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കോഫി പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ സാധാ കോഫി പൗഡർ മാത്രം ഉപയോഗിച്ചാൽ മതി. അതായത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറൊന്നും വേണ്ട, അതിൽ മറ്റുള്ള കണ്ടൻറ്റുകൾ കൂടുതലുണ്ടാവും. അതൊരു പക്ഷേ നമ്മുടെ ചെടികൾക്ക് ദോഷമായിട്ടേ ബാധിക്കുള്ളൂ. ഇനി നമുക്ക് ഈ ഫെർട്ടിലൈസർ മിക്സ് ചെയ്യാനായിട്ട് ഒരു ജാർ എടുക്കാം. ജാറിലേക്ക് 2 ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. കോഫി പൗഡറിന് അസിഡിക് സ്വഭാവം കൂടുതലാണ് കേട്ടോ, അതായത് അമ്ലരസം കൂടുതലാണുള്ളത്. അപ്പോൾ ഡയറക്റ്റ് കോഫി പൗഡർ യൂസ് ചെയ്യുന്നത് നല്ലതല്ല. അതുകൊണ്ട് അത് മറ്റൊരു മാധ്യമത്തിൽ, അതായത് വെള്ളമോ കഞ്ഞിവെള്ളമോ ഒക്കെ അതിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ സ്വഭാവം മാറ്റിയതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ജാറിലേക്ക് 2 സ്പൂൺ ഫുള്ളായിട്ട് കോഫി പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോഫിയുടെ ഈ അസിഡിക് അല്ലെങ്കിൽ അമ്ല സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു തരത്തിൽ കോഫീനെ വളാക്കാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപയോഗശേഷമുള്ള കോഫിയുടെ കൊറ്റൻ മട്ടി ചണ്ടി എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മൾ ഉപയോഗിക്കാറ്. അത് ഡയറക്റ്റ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളവും കോഫി പൗഡറും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ജാറ് ഒന്ന് അടപ്പുകൊണ്ട് മൂടി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഞാൻ മറ്റൊരു ജാറ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ വെള്ളത്തിന് പകരം 2 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. അതായത് നമ്മളൊരു മാധ്യമത്തിൽ ഇത് ചേർക്കണം എന്നല്ലേ പറഞ്ഞത്, കഞ്ഞിവെള്ളമാവാം സാധാ വെള്ളമാവാം കേട്ടോ. കഞ്ഞിവെള്ളം ആവുമ്പോൾ ഇത്രയും കൂടെ പവർഫുൾ ആയിരിക്കുന്നു മാത്രം. കഞ്ഞിവെള്ളത്തിൻ്റെ തെളിഞ്ഞ ഭാഗമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1 ഗ്ലാസ് കഞ്ഞിവെള്ളത്തിന് 1 സ്പൂൺ ഫുള്ള് കോഫി പൗഡറാണ് കേട്ടോ നമ്മുടെ കണക്ക്. ഈ കഞ്ഞിവെള്ളത്തിലേക്കും നമുക്ക് 2 സ്പൂൺ ഫുള്ളായിട്ട് കോഫി പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാത്രം അടച്ച് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ തയ്യാറാക്കി ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണ ഈ മിശ്രിതങ്ങളുണ്ടല്ലോ, ഇത് 2 ദിവസം നമുക്ക് അറ്റ്ലീസ്റ്റ് 2 ദിവസം പുളിപ്പിക്കാനായിട്ട് വെക്കണം. പുളിച്ചതിന് ശേഷം, അതായത് അതിൻ്റെ ആ അസിഡിക് പവർ പോകാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് നോർമൽ വാട്ടറിൽ ഡെല്യൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അതപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. 2 ദിവസത്തിന് ശേഷം പുളിച്ച നമ്മുടെ കോഫി പൗഡറിൻ്റെ കഞ്ഞിവെള്ളത്തോടൊപ്പമുള്ള മിശ്രിതമാണ് കേട്ടോ ഇത് കണ്ട നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വളത്തിൻ്റെയും കീടനാശിനിയുടെയും മിശ്രിതം കണ്ടോ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഡെല്യൂട്ട് ചെയ്യണം. അപ്പോൾ 1 ഗ്ലാസ് നമ്മുടെ ഈ മിശ്രിതത്തിന് 1 ലിറ്റർ വെള്ളമാണ് കേട്ടോ കണക്ക്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് കഞ്ഞിവെള്ളത്തിൻ്റെ മിശ്രിതമാണല്ലോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 ലിറ്റർ വെള്ളമാണ് ഇത് ഡെല്യൂട്ട് ചെയ്യാനായിട്ട് വേണ്ടത്. അതിനു മുൻപ് നമ്മളുടെ ഈ മിശ്രിതം, പുളിച്ച് വന്ന മിശ്രിതം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് 2 ലിറ്റർ വെള്ളം എടുക്കുക. അതിലേക്ക് ഈ മിശ്രിതം ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി മറിച്ച് മിക്സ് ചെയ്യുക. നമ്മളിങ്ങനെ പുളിപ്പിച്ച് ഉപയോഗിക്കുമ്പോഴേ ആ കോഫി പൗഡറിൻ്റെ അസിഡിക് പവർ പോയിട്ടുണ്ടാവും കേട്ടോ. ഇതിന് നമുക്ക് എല്ലാ തരം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതായത് കീടനാശിനിയായിട്ടും വളമായിട്ടും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വളരെ പവർഫുള്ളായിട്ടുള്ള വളവും അതുപോലെ പെസ്റ്റിസൈഡാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഒരു സ്പ്രേയർ ബോട്ടിലിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചെടികളുടെ തടത്തിലും അതുപോലെ ചെടികൾക്കും നമുക്കിത് സ്പ്രേ ചെയ്യാം കേട്ടോ. ഒഴിച്ചു കൊടുക്കണേക്കാളും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത്
സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അതായത് ചെടിയുടെ തടത്തിൽ ചെടിയുടെ ആ ഒരു തണ്ടിൻ്റെ കുറച്ച് നീങ്ങിയിട്ട് മണ്ണിലേക്ക് ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എല്ലാത്തരം ചെടികൾക്കും ഇത് നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ കൊറ്റെന്ന് പറഞ്ഞുല്ലോ, ഇതിൻ്റെ എന്താ പറയുക, ചണ്ടി എന്നൊക്കെ പറഞ്ഞില്ലേ, അത് നമുക്ക് എല്ലാ ചെടികളുടെയും അല്ലെങ്കിൽ പോട്ടിംഗ് മിശ്രിതത്തിനോടൊപ്പം ചേർത്തിട്ടോ അല്ലെങ്കിൽ ചെടികളുടെ തടങ്ങളിൽ പൊതയിടൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങളിവിടെ തട്ടുകട അടുത്തുള്ള ചായക്കടയിൽ നിന്നൊക്കെ അങ്ങനെ വാങ്ങിയിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇനി ഞാൻ അങ്ങനെ കളക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാ വളരെ പവർഫുൾ ആയിട്ടുള്ളതും ഓർഗാനിക് ആയിട്ടുള്ളതുമായ വളവും അതേസമയം തന്നെ കീടനാശിനിയുമായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നമ്മളുടെ എല്ലാത്തരം ചെടികൾക്കും അവരെ തടത്തിലും അതുപോലെ ആ ചെടി ഫുള്ളായിട്ടും നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് തോട്ടത്തിൽ നിറയെ കൊതുകാണ്. കൊതുകിന് ഈ സ്മെല്ല്, കോഫിയുടെ സ്മെല്ല് ഇഷ്ടമല്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കഞ്ഞിളത്തിലും കൂടെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ കോട്ടിങ് മറ്റ് പ്രാണികളോ വണ്ടോ പുഴുക്കളോ ഒക്കെ വരാതിരിക്കാനായിട്ട് അത് ചെടികളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇത്തിരി മഴ ഒന്ന് നീങ്ങി നിൽക്കുന്ന സമയം കൂടിയാണല്ലോ. അപ്പം നമുക്ക് ഇത് ചെടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. മാത്രമല്ല ഇത് മറ്റുള്ള ഇഴജന്തുക്കൾക്കും ഈ സ്മെല്ല് അത്ര ഇഷ്ടമല്ല. അതേസമയം നമ്മളിത് ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെയുള്ള മണ്ണിലെ സൂക്ഷ്മജീവികളിൽ വളരാനായിട്ട് ഇത് നല്ലതാണ്. സൂക്ഷ്മജീവികൾക്ക് ഇത് വളരെ ഇഷ്ടമാണ് കേട്ടോ, കോഫി പൗഡറിൻ്റെ മണം. അപ്പോൾ സൂക്ഷ്മജീവികൾ പെരുകണത് നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ പോട്ടിംഗ് മിക്സിലും ഇത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ മാത്രമല്ല നമ്മൾ ഈ ഡയറക്റ്റ് നമുക്ക് കോഫി പൗഡർ ഇടാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തി, നമ്മുടെ ചേമ്പ് വർഗ്ഗങ്ങളില്ലേ, കലേഡിയം പ്ലാന്റ്സ്, അത് ലില്ലി വർഗ്ഗത്തിൽപ്പെട്ടുള്ള ചെടികൾ, അതുപോലെ തന്നെ നമ്മളുടെ ഫെൻസ് ചെടികളില്ലേ, പന്നൽ ചെടികൾ, അവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ തടത്തിൻ്റെ അല്പം നീങ്ങിയിട്ട് ഒരല്പം ഒന്ന് വെതറി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് നമ്മുടെ ആ മണ്ണിലെ മറ്റ് ആവശ്യമില്ലാത്ത ജീവികളെ നശിപ്പിക്കുകയും ചെയ്യും, എന്നാൽ ഈ പറഞ്ഞ പോലെ സൂക്ഷ്മാണുക്കളെ വളർത്തുകയും ചെയ്യും. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് മണ്ണിൻ്റെ സ്വഭാവം അനുസരിച്ച്, ആ ചെടിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു ടിപ്പാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ അത് തിരുത്തി തരാനും, അതല്ല നിങ്ങൾക്ക് കോഫി പൗഡറിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാനും, അപ്പോൾ നമ്മളെല്ലാവർക്കും അത് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും മറന്നു പോകരുതേ. അടുത്ത വീഡിയോകളിലൂടെ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.